അല്ല, ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ എന്ന് പറയാൻ ബേസ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ആരാണ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ അതുപോലെ പൊതു നിയമത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് പോലും അംഗീകരിക്കാൻ വയ്യാത്ത ഒരു നിയമം ഒരു മുസ്ലിം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് എക്സിക്യൂട്ട് ചെയ്തു, അല്ലെ കോൺഗ്രസ് അത് കൊണ്ടുവന്ന നിയമം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ദുരന്തഫലങ്ങൾ എല്ലാ സമൂഹവും അനുഭവിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ ഇല്ല. നമുക്കറിയില്ല, കേരളത്തിൽ തന്നെ എത്ര മുസ്ലിം കുടുംബങ്ങൾ ഈ വക്കപ്പിൻ്റെ നോട്ടീസ് വന്നിട്ട് അവരതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതെങ്കിലും സമുദായത്തിൻ്റെ ഒരു ഇഷ്യൂ മാത്രമല്ല ഇത് കേരളത്തിലെ മാത്രം ഇഷ്യൂ അല്ല. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ കർണാടകയോ അല്ലെങ്കിൽ ഡൽഹിയോ പോലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെർസെൻറ്റേജ് കുറവ് മാത്രമാണ് ഈ വക്കഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം പ്രോപ്പർട്ടി വക്കഫിൻ്റേതായിട്ട് ക്ലെയിം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ പരിഗണിച്ച് പല പല കമ്മിറ്റി റിപ്പോർട്ട്, പല പല പരാതികൾ, പല കോടതി കിടക്കുന്ന കേസുകൾ, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു നിയമത്തിൻ്റെ ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു ഭരണഘടനയോട് പോലും നീതി പുലർത്തുന്ന ഈ ഒരു നിയമം കൊണ്ടുവരണം അല്ലെങ്കിൽ നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞപ്പം അത് BJP എന്തോ പ്രശ്നം കൊണ്ടിരുന്നു എന്നും പറഞ്ഞുള്ള ഒരു ചിത്രീകരണം കൊണ്ടുവന്നൊക്കെ കോൺഗ്രസ്സാണ്. അവർ വ്യാപകമായിട്ട് അത് അങ്ങനെ പ്രചരിപ്പിക്കുകയും കേരളത്തിൽ ഇന്ത്യ സഖ്യം, അവരെല്ലാവരും ഇന്ത്യ സഖ്യക്കാരാണല്ലോ, കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും അവർ ഒന്നിച്ചൊരു പ്രമേയമൊക്കെ കൊണ്ടുവന്നു. നമ്മൾ കണ്ടല്ലേ എന്തൊരു അപഹാസ്യമായ ഇപ്പോഴാണ് അവർ അപഹാസ്യരായി മാറിയില്ലേ ഇപ്പം. അത് കഴിഞ്ഞിട്ടുള്ള ഈ മുനമ്പം വിഷയത്തിൽ നമുക്കറിയാം, ആദ്യമേ ഈ വാർത്ത കൊണ്ട്, ഞാൻ ജന്മഭൂമി ജോലി ചെയ്യുന്ന ആളാണ്, ജന്മഭൂമി പത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ മുൻപത്തുണ്ടെന്നുള്ളത്. കാരണം അതിൻ്റെ കാര്യം ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിലെ BJP ഇതര പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമ്പം അതിൻ്റെ കൃത്യമായ ഒരു കാര്യം ഇന്നതുണ്ട്, ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ കർണാടകയിൽ നടക്കുന്നു, അല്ലെങ്കിൽ പഞ്ചാബിൽ നടക്കുന്നു, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വഖഫ് ഭൂമിയായിട്ട് ക്ലെയിം ചെയ്യുന്നൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ഒരു ബോധ്യപ്പെടത്തില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഇതാ ഒരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ആ വാർത്ത വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സമരത്തിന് ഒരു സമരക്കാർ പോലും അതിനെ റിയാക്ട് ചെയ്ത് പുരോഹിതന്മാർ രംഗത്ത് വന്നു. അങ്ങനെയാണത് പതിയെ വന്നത്. അതിൻ്റെ അകത്ത് അല്ലാതെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിനുപരി ഈ വഖഫ് ഭേദഗതി നിയമത്തെ എന്തുകൊണ്ട് അനുകൂലിക്കും എന്നുള്ള ഒരു മെസ്സേജിനോട് കൂടിയാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. പിന്നീട് അത് ആദ്യമൊക്കെ അതൊന്നും ആരും ഗൗരവത്തിലെടുത്തില്ല. പിന്നീട് ഈ വയലേഷനോടെ വന്നപ്പോഴത്തേനും അതിൻ്റെ പേരിലൊരു രാഷ്ട്രീയം വന്നു, BJPയും ഒക്കെ അതിൻ്റെ അകത്തേക്ക് രംഗത്ത് വന്നു. BJP വന്നപ്പോൾ അതിനെ എതിർക്കാതിരിക്കാനോ അനുകൂലിക്കാതിരിക്കാനോ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് രാഷ്ട്രീയം വരുന്നത്. നമുക്കിവിടെ പറഞ്ഞൊരു കാര്യം കൃത്യമാണ്, സമരസമിതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, എന്തിനാണ് ഈ ലോകരുടെ എല്ലാം ഈ ആധാരമൊക്കെ പരിശോധിക്കാൻ പോകുന്നത്? ഈ ഭൂമി വഖഫ് ഭൂമിയാണോ? സിമ്പിളല്ലേ? അതിന് 1-2 ആധാരം നോക്കിയാൽ തന്നെ തിരിച്ചറിയാവുന്നേ ഉള്ളൂ. അതിന് അവിടെയുള്ള താമസിക്കുന്നവരുടെ ആധാരം, ഒലിച്ചുപോയ മണ്ണ് ആരുടെയായിരുന്നു നോക്കേണ്ട കാര്യമില്ല. ഇത് ഫറൂഖ് കോളേജിന് അത് കൊടുത്തയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഫറൂഖ് കോളേജ് ഇവർക്ക് വിൽക്കുകയായിരുന്നോ? അതിനൊക്കെ അത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതൊന്നും വേണ്ട. ഇപ്പോൾ നമുക്കറിയില്ല, നമ്മുടെ ഇവിടെ ഒരു പൊതുസമൂഹം മൊത്തം ഇവർക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുകയാണ്. അപ്പം പിന്നെ നമുക്ക് ഗവൺമെൻറ് ഒരു സർക്കാർ സംവിധാനത്തിനൊരു തീരുമാനം എടുക്കാമല്ലോ, ഇതെല്ലാം മാറ്റിക്കൊണ്ട്. അല്ലെങ്കിൽ അങ്ങനെ സർക്കാർ തീരുമാനത്തിനെടുത്ത് കോടതി വല്ലതും പോകണം, നമുക്കത് നോക്കാം. കോടതി പോകണമെങ്കിൽ ആരാ പോകേണ്ടത്? വഖഫ് ബോർഡാണ് പോകുന്നത്. ഈ മുസ്ലിം സംഘടനകളെല്ലാം അനുകൂലിക്കുന്ന ഒരു സംവിധാനത്തിൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വഖഫ് ബോർഡിനെ നിയമിക്കുന്ന ഗവൺമെൻറ് അല്ലേ. അപ്പം ഈ ഒരു ഇഷ്യൂ തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ എന്നിട്ട് അതിനെ കോൺഗ്രസ് ആണെങ്കിലും അവർ പറയുന്നത് BJPക്ക് എന്തോ രാഷ്ട്രീയം, BJP കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ചാൻസ് കൊടുക്കണ്ട.